വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്നത് ഏത് കേരളത്തിലാണ്? ഇത് കേരള സ്റ്റോറിയല്ല, വിദ്വേഷം ഛർദിക്കുന്ന സംഘി സ്റ്റോറിയാണ്. വിദ്വേഷം ഛർദിക്കുന്ന ആ പടത്തിന്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കാണണം. കാരണം എന്നിട്ട് കാമാഖ്യ എന്ന ആ സംവിധായകനോട് പറയണം, ഹേ മിസ്റ്റർ, ഇത് മധ്യപ്രദേശിൽ നടന്നതാണെങ്കിൽ കേരളം എന്നല്ല പേര് നൽകേണ്ടതെന്ന്. ഇവിടുത്തെ ജനങ്ങൾക്ക് പൊറോട്ടയും ബീഫും ഒരു വികാരമാണെന്ന്, അതിൽ ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നുമില്ല എന്ന് ആ സംവിധായകനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ബീഫിനെ ഒരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് തീറ്റിക്കുന്ന ക്രൂരതയായി ചിത്രീകരിച്ച വിദ്വേഷം പടർത്താനാണ് കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ ശ്രമമെന്ന് ശക്തമായി പറയേണ്ടി വരും. ഇത് കേരളത്തെക്കുറിച്ചുള്ള കഥയല്ല, ശുദ്ധമായ നുണക്കഥയാണ്. ആദ്യ ഭാഗത്തിൽ എന്താണ് സംഭവിച്ചത്? 32,000 പെൺകുട്ടികൾ എന്ന് പച്ചക്കള്ളം തട്ടിവിട്ടപ്പോൾ തന്നെ ചിരിച്ചു തള്ളി ജനം. ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ കണ്ടപ്പോൾ ശരാശരി മലയാളിക്ക് തോന്നിയത് പുച്ഛം മാത്രമായിരുന്നു. ഇപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറിൽ പറയുന്നത് കേരളത്തിലെ 80% ഹിന്ദു പെൺകുട്ടികളെയും മതപരിവർത്തനം നടത്തി ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുമെന്നാണ്. നട്ടാൽ കുരുക്കാത്ത ഇത്തരം നുണകൾ റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ വിൽക്കാൻ ശ്രമിക്കുന്നത് ആരെ പറ്റിക്കാനാണ് എന്നുകൂടി സംവിധായകൻ പറയണം. ഭാവിയിൽ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടാനുള്ളതല്ലേ, അത്യാവശ്യം നന്നായി ചെയ്യാമായിരുന്നില്ലേ സംവിധായക? നമ്മൾ ഇതിനെയും ട്രോളുകൾ കൊണ്ട് നേരിടുമായിരിക്കും. പക്ഷേ ഇതൊരു നിസ്സാര പ്രശ്നമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. കാരണം കേരളത്തെ കുറിച്ച് ഒന്നും അറിയാത്ത വ്യാജ വാർത്തകൾ വിശ്വസിക്കുന്നതിന് മുന്നിൽ നമ്മുടെ നാടിനെ നാണം കെടുത്താനുള്ള ആയുധമാണ് ഈ സിനിമ. മലയാളികളെ കുറിച്ച് ഒരു മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഈ പ്രൊപ്പഗണ്ട സിനിമകളുടെ ഏക വിജയം. അത് നിശ്ചയമായും തടയപ്പെടേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഐക്യമാണ് കേരളത്തിന്റെ കരുത്ത് എന്ന് വീണ്ടും തെളിയിക്കുന്നു. നാടിനെതിരെ ആര് വന്നാലും അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരേ സ്വരത്തിൽ ഇതിനെതിരെ രംഗത്തു വന്നത് അതുകൊണ്ട് മാത്രമാണ്. വിദ്വേഷത്തിന്റെ സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് തകർക്കാൻ നോക്കിയാൽ എതിർക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയത്. ഈ സിനിമയുടെ കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്ന BJP നേതാക്കളുടെ നിലപാട് വിരോധാഭാസമാണെന്ന് നേരത്തെ തെളിഞ്ഞതാണ്. സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ നായികയുടെ പേരിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയവർ ആരായിരുന്നു? ഹാൽ എന്ന സിനിമയിലെ നായകൻ ബീഫ് തിന്നുന്ന രംഗം വെട്ടിമാറ്റിയവർ ആരാണ്? ജനനായകൻ, എമ്പുരാൻ തുടങ്ങിയ സിനിമകൾക്കെതിരെ രംഗത്ത് വന്നവർ ഇപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ കുളിര് തോന്നുന്നില്ലേ? ഈ സിനിമയുടെ സംവിധായകനോട് ഒന്നേ പറയാനുള്ളൂ, മിസ്റ്റർ, താൻ കാണിക്കുന്ന ഈ രംഗങ്ങൾ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ മറ്റോ നടന്നതാണെങ്കിൽ അതിന് കേരള സ്റ്റോറി എന്ന് പേരിടുന്നത് എന്തിനാണ്? വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മതേതര അടിത്തറ തകർക്കാൻ ആർക്കും കഴിയില്ല. നുണകൾക്കെതിരെ സത്യം ജയിക്കണം. എന്നും അങ്ങനെയാണ് വേണ്ടത്. വിദ്വേഷം വിറ്റ് ലാഭം കൊയ്യുന്നവർക്ക് മുന്നിൽ നമ്മുടെ ഐക്യം തകരില്ലെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ മലയാളിക്കുമുണ്ട്. ഇത് കേരളത്തിന്റെ കഥയല്ല എന്ന് തീർത്തു പറയുന്നു. കേരളത്തെ തകർക്കാൻ നോക്കുന്നവരുടെ വ്യാജ നിർമ്മിതി മാത്രമാണ്.